മറുപടിയില്ലാതെ പോകില്ലെന്നാണ് യുക്രൈന് നേരെ കടുത്ത ഭാഷയിൽ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാസ്പിയൻ കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ടെഹ്റാനിലെ യുക്രൈൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് ഇറാൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആക്രമണത്തിൽ ഒരു ഇറാനിയൻ നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് യുക്രൈൻ ഇറാനിയൻ കപ്പലിനെ ലക്ഷ്യമിട്ടത്? ഇറാന്റെ മറുപടിയില്ലാതെ പോകില്ല എന്ന മുന്നറിയിപ്പ് ഒരു നയതന്ത്ര പ്രതികരണത്തിൽ ഒതുങ്ങുമോ, അതോ പുതിയൊരു സംഘർഷത്തിലേക്കുള്ള സൂചനയാണോ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കാസ്പിയൻ കടലിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെയാണ് യുക്രൈൻ ആക്രമണം നടത്തിയത്. സംഭവത്തിന് പിന്നാലെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഉടൻ നടപടികളിലേക്ക് നീങ്ങി. ടെഹ്റാനിലെ യുക്രൈൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് ശക്തമായ അമർഷം അറിയിച്ചത്. ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയും യൂറേഷ്യൻ വിഭാഗം ഡയറക്ടർ ജനറലുമായ മനോജ് മൊറാദിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തുകയും യുക്രൈന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത്. ഈ ആക്രമണത്തെ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ച ശത്രുതാപരവും കുറ്റകരവുമായ നടപടിയെന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ദേശീയ സുരക്ഷയ്ക്കും പൗരന്മാരുടെ ജീവനുമെതിരായ ഇത്തരം ആക്രമണങ്ങൾക്ക് മറുപടിയില്ലാതെ പോകില്ല എന്ന കർശന മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയെയും യൂറോപ്യൻ യൂണിയനും ഇറാൻ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ യുക്രൈന്റെ വിശദീകരണം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. തങ്ങൾ ആക്രമിച്ചത് ഒരു സാധാരണ വാണിജ്യ കപ്പലല്ല എന്നാണ് യുക്രൈൻ പറയുന്നത്. ഇറാന് വേണ്ടി ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കൊണ്ടുപോകുകയായിരുന്ന റഷ്യൻ ശൃംഖലയുമായി ബന്ധപ്പെട്ട കപ്പലിനെയാണ് ലക്ഷ്യമിട്ടത് എന്നാണ് യുക്രൈന്റെ വിശദീകരണം. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഇതേ ആരോപണം ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങളിൽ റഷ്യ ഇറാൻ സഹായിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം വിതരണ ശൃംഖലകൾ യുക്രൈന് നിയമപരമായ സൈനിക ലക്ഷ്യങ്ങളാണെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റഷ്യ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് കാസ്പിയൻ കടൽ ഇത്രയും നിർണായകമാകുന്നത്? റഷ്യ, ഇറാൻ, കസക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ എന്നീ 5 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന തന്ത്രപ്രധാനമായ ജലപാതയാണ് കാസ്പിയൻ കടൽ. പാശ്ചാത്യ ഉപരോധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള ചരക്ക് നീക്കത്തിന്റെയും ഇന്ധന വ്യാപാരത്തിന്റെയും സൈനിക വിതരണ ശൃംഖലയുടെയും പ്രധാന പാതകളിലൊന്നായി ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഏതൊരാക്രമണവും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല, മേഖലയിലെ സുരക്ഷയെയും ശക്തി സമവാക്യങ്ങളെയും ബാധിക്കാൻ സാധ്യതയുള്ള സംഭവമായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഈ സംഭവം നടക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ മറ്റൊരു നിർണായക നയതന്ത്ര നീക്കവും പുരോഗമിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കാൻ ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകൾ നടക്കുകയാണ്. ഈ ചർച്ചകളുടെ ഫലം പുറത്തു വരുന്നതുവരെ ഇറാനെതിരായ പുതിയ സൈനിക നടപടികളിൽ നിന്ന് അമേരിക്ക തൽക്കാലം വിട്ടുനിൽക്കുകയാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ മറുവശത്ത് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യവും യുദ്ധസന്നാഹങ്ങളും ശക്തിപ്പെടുത്തുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു വശത്ത് നയതന്ത്ര ചർച്ചകളും മറുവശത്ത് യുദ്ധസന്നാഹങ്ങളും ഒരേ സമയം മുന്നോട്ടു പോകുന്ന സങ്കീർണ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാന ചോദ്യം ഇറാൻ യുക്രൈനോട് നേരിട്ട് പ്രതികരിക്കുമോ എന്നതാണ്. ഇപ്പോൾ അതിന് വ്യക്തമായ ഉത്തരമില്ല. എന്നാൽ ഇറാൻ ഉപയോഗിച്ച ഭാഷ ശ്രദ്ധേയമാണ്. മറുപടിയില്ലാതെ പോകില്ല എന്നതായിരുന്നു ആ മുന്നറിയിപ്പ്. ഇതൊരു നയതന്ത്ര പ്രതിഷേധത്തിൽ ഒതുങ്ങുമോ, അതോ യുക്രൈൻ താൽപര്യങ്ങൾക്കെതിരായ മറ്റേതെങ്കിലും നടപടിയിലേക്ക് നീങ്ങുമോ? കണ്ടറിയണം.